അസ്സലാമു അലൈക്കും. സാബിത്താൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. സാബിത്ത ഇന്ന് വന്ന എന്താണെന്നറിയാം? ഞങ്ങളെല്ലാവരും ഓടി ഓടി പോരി മക്കളെ. ഈ പ്രായമുള്ള വേഷം എന്താണ്, പ്രായം ഇല്ലാത്തോലെ വേഷം എന്താണ് എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു തരുവാ. ശരിയായിട്ട് ചോദിക്കുന്നേ. പ്രായമുള്ള വേഷം ധരിക്കണം, പ്രായത്തിനൊത്ത വേഷം ധരിക്കണം, പ്രായത്തിനൊത്ത വേഷം ധരിക്കണമെന്ന് പറയുന്നുണ്ട് കുറച്ച് ബേളന്മാർ. അപ്പോൾ ഞാൻ ഈ ബേളന്മാരോടായാലും സ്നേഹപൂർവ്വം പറയുകയാണ്, അറിഞ്ഞൂടേറ്റ് ചോദിക്കുന്നതാണ്. ഈ പ്രായത്തിൻ്റെ വേഷം ഏതാണ്, പ്രായം കുറഞ്ഞോലെ വേഷം ഏതാണ് എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇതെന്താ സാബീത്ത, നിങ്ങൾ രാവിലെ തന്നെ വേഷവും കൊണ്ട് കഴിഞ്ഞിക്ക് നിങ്ങൾ വിചാരിക്കൂല? വിചാരിക്കാനും പറയാനും കാരണമുണ്ട്. നിങ്ങളൊന്ന് കേൾക്ക്. നല്ല ചേരും, നല്ല ടീഷർട്ടും ഇപ്പം ഞാൻ മാത്രമല്ല, മധുര 17 എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ലല്ലോ. നമ്മളെ കണ്ണൂർ സീനത്തിൻ്റെ മോളും മധുര 17 പറയുന്നുണ്ട് ഓൾ ഉമ്മാക്ക് കേട്ടോ. ഉമ്മ എൻ്റെ എത്രയോ മൂത്ത കുഞ്ഞനായ കണ്ണൂർ സീനത്തിനെ കാണുന്നു. അപ്പം മധുര 17 എനക്ക് മാത്രമല്ല, നിങ്ങൾ പറയൂ എനക്ക് മാത്രമേ ഉള്ളൂ എന്നല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ടേ ഉള്ള ശീലാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും. എന്നിട്ടോ പണ്ട് 10ഉം 12ഉം 17, ഇന്നലെ ഞാൻ വീഡിയോസ് കണ്ടിക്ക് 17 മക്കളുള്ള ഉമ്മ. അപ്പം പേരക്കുട്ടികൾ 100 പേരക്കുട്ടികളുണ്ട് എന്നല്ല ഇന്നലെ ഒരു വീഡിയോസ് കണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, പണ്ടുള്ള കാലം അത് 12ഉം 10ഉം 25ഉം മക്കളാക്കാൻ മാത്രം തോന്നുന്ന സമയത്ത് വീട്ടിൽ വരും. അതിന് വലിയ കൊട്ടാരമൊന്നും വേണമെന്നൊന്നുമില്ല. പണ്ട് ചെറ്റപ്പോരേന്ന് തന്നെ 10ഉം 12ഉം 17 മക്കളുണ്ടാക്കുന്നത്. അതിന് മാത്രം ഉപയോഗിച്ച് വന്നൊരു കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലഘട്ടം. അതാണ് ഇന്ന് പലരും പറയുന്നത് പണ്ടത്തെ കാല നല്ലത്. ഇപ്പോഴത്തെ കുറേ ബേളന്മാർ പറയുന്ന പണ്ടത്തെ കാല നല്ലത്, പണ്ടത്തെ കാലം പെണ്ണുങ്ങൾ വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി. അത് ശരി, അയ്യയ്യയ്യടാ, സംഗതി അങ്ങ് മറന്നേക്ക് കേട്ടാ. ഞാൻ പണ്ടേത്തോലെ അടിച്ച് വീട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചെല്ലുക. എന്നിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങളെല്ലാം അന്ന് പണ്ട് ആന്ധ്രയിൽ, ബാംഗ്ലൂർ, അന്താമാന്തി ആടെയല്ല പണ്ട് പോക്ക്. ഗൾഫ് രാജ്യങ്ങളില്ലാത്ത സമയത്തും ഈ അന്താമാന്തിയിലും ബാംഗ്ലൂരെല്ലാം പോകുമ്പോൾ ഈ ആണുങ്ങളാണ് വെറുതെ ഒത്തിരിക്കുന്നായിരുന്ന പോലെ എല്ലാ സ്ഥലവും കറങ്ങി കളിക്കുന്നില്ല. പെണ്ണുങ്ങളെ പുറംലോകം കാണിക്കാതെ അങ്ങനെ ഇപ്പം ഇരിക്കാനാണ് ബേളന്മാരെ നിങ്ങൾ പറയുന്നത്. പണ്ടായിനേനും പണ്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ലടോ. ഇന്നത്തെ കാലമല്ല, ചരിത്രത്തിൽ അള്ളാഹിൻ്റെ ഖുർആനിലും അതല്ല പറഞ്ഞു. അള്ളാഹു പറയാത്തതാണ് പണ്ട് കാലം പറഞ്ഞത്. സീനത്തിൻ്റെ മോളെ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഐ ലവ് യു സീനത്തിൻ്റെ മോക്കും സീനത്തിനും ഐ ലവ് യു. സീനത്തൊന്നും വിളിക്കാൻ പറ്റൂല, എത്താത്താന്ന് വിളിക്കണം. ഐ ലവ് യു, ഐ ലവ് യു. ഞാനും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആവശ്യത്തിന് മാത്രം വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കുത്തിരിക്കാൻ. ഞാൻ നല്ല ഇന്നത്തെ ഉമ്മാറൊന്നും അതിനൊരുങ്ങുന്നില്ല. പിന്നെ ചില എന്നെപ്പോലത്തെ ഉമ്മാർക്ക് നാട്ടുകാരെന്ത് വിചാരിക്കൂ, കുടുംബക്കാരെന്ത് വിചാരിക്കും, ഇടവലക്കാരെന്ത് വിചാരിക്കും, നാട്ടുകാർ. ഇതാണ് നാട്ടുകാരെ പേടിച്ചിട്ടും കുടുംബക്കാരെ പേടിച്ചിട്ടാണ് ഇന്ന് ഒരു ഉമ്മാറി ആരും പുറത്തിറക്കാത്ത. മനസ്സിലായോ? അള്ളാനെ പേടിച്ചിട്ടല്ല, അള്ളാനെ ഒരൊറ്റ കൂട്ടിക്കും പേടിയില്ല. അള്ളാനെ പേടിയുണ്ടെങ്കിൽ അള്ള പറഞ്ഞതൊന്നും ഓല് ചെയ്യൂല. അങ്ങനെ അള്ള നിരോധിച്ചതൊന്നും ഓല് ചെയ്യൂല, എല്ലാം ഓല് ചെയ്യുന്നുണ്ട്. അള്ളാൻ്റെ പേടിച്ചിട്ടല്ല, അടിയാ മാറ.
എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്ന സാബിറ എനക്കും എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ജീൻസും പാൻറ്റും ഇടാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ നാട്ടുകാർ എന്ത് വിചാരിക്കും, കുടുംബക്കാർ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു, കുടുംബക്കാർ നിങ്ങളുടെ അടുത്ത് 10 റുപ്യ ഇല്ലെങ്കിൽ കുടുംബക്കാർ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുക, നാട്ടുകാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, വന്ന് ചോദിക്കോടോ. അങ്ങോട്ട് പോയി ഓല കാൽക്കല്ലിൽ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും 100 200 തരുമായിരിക്കും അല്ലേ. അപ്പം നാട്ടുകാരെയും കുടുംബക്കാരെയും പേടിച്ചിട്ടാണ് ഇന്ന് അങ്ങനെ ഉമ്മാടെ പുറത്തിറക്കാത്തതും പെണ്ണുങ്ങളും നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കാത്തതും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പേടിക്കുന്ന കുടുംബക്കാർ നാട്ടുകാരുണ്ടല്ലോ, ഓലെങ്ങനെ നടക്കുന്നത്, ഓല മക്കളല്ലേ ഇഷ്ടമാകാമെന്ന് മുങ്ങി തപ്പുന്നു, ഓലല്ലേ പഠിക്കുമ്പോൾ പേടുന്ന് പല കളിയും കളിക്കുന്നു, പ്രേമിക്കുന്നു, ഓല ഉമ്മാറ് പോണ കൂടി പ്രേമിക്കുന്നു. മക്കളെ പോട്ടെ ഭീഷൺ കേൾക്ക്. സീനത്തിൻ്റെ മോളെ അപ്പളവളാ പിന്നെന്ന് സാബിത്താക്കി ഇടുവാനേറെ ആഗ്രഹം ഉണ്ടായിരുന്നു, പൈസ ഇല്ലേറ്റല്ല മോളെ. പക്ഷേങ്കിൽ ആ തുണി പിടിക്കുന്നില്ല എനിക്ക്. അതൊരു സിൽക്കിൽ വരുന്ന തുണിയാണല്ലോ വളവള മിന്നുന്നത്, അത് ശരീരത്തിന് ഇട്ടൂടെ കുഞ്ഞും മോളെ. ഇതാ 150 റുപ്യേൻ്റെ കുപ്പായ മോളെ. ഇത് വെറും തനിക്കോട്ട എന്ന് പറഞ്ഞാൽ വെറും തനിക്കോട്ട. വീട്ടിൽ നിന്നും പോകുമല്ല അങ്ങനത്തെ ആ ഇട്ടുവിടും. വേറെ ആഗ്രഹം ഉണ്ടേനെ അങ്ങനെ ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ മാതിരി കണ്ണൂർ സീനത്തിടുന്ന ഡ്രസ്സ്. അതാണ് സീനത്തിനെ പറയാൻ കാരണം. അത് കേൾക്ക്. എന്തായാലും ഒരു രസം വിളിക്കും അള്ളാഹു പോകും എന്ന് പറഞ്ഞ സീനത്തിൻ്റെ മോളെ, ഐ ലവ് യു. വളരെ ശരി. എന്താണാ നിങ്ങൾ കണ്ടിക്കില്ലേ മലപ്പുറത്ത് ചൂരൽ മലയിൽ എത്ര 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 പിഞ്ചു മക്കളും എത്ര 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 ബാല്യക്കത്തികളും എത്ര എത്ര ഭാഷന്മാരും ഉസ്താദുമാരും പല കൂട്ടറും മോന്തിക്ക് കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കോ നേരണ്ടാ, നേരം വെളുക്കോ നേരണ്ടേനാ ആ ഉറക്കത്ത് തന്നെ ഒരു ചടപടാന്നും പറഞ്ഞ് ഒലിച്ചു പോയി കാലും കയ്യും വരെ കിട്ടാത്തതില്ലേ, എല്ലും കഷ്ണം വരെ കിട്ടാത്തതില്ലേ. ഒരു യാസീനോദി ദുആ ചെയ്യാൻ വേണ്ടി ഏത് മതത്തിൽപ്പെട്ട എല്ലാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നേരം പുലരുവാൻ കാത്തോ, നേരം പുലർന്നോ, ഒഴുകിപ്പോയില്ലേ. അതാണ് പറഞ്ഞത് നിങ്ങൾ. അതാണ് നിങ്ങൾ 24 മണിക്കൂർ കൈമേലെ ദസ്ബി ഇട്ടിട്ട് മുഖം മറച്ചിട്ട്, മുഖം മറക്കുന്നതിനെ പോട്ടെ, ഇപ്പം ആളത്തിരിയുന്നതിനാണ് മറക്കുന്നത്. 24 മണി നിസ്കാരം ഓത്ത് വെള്ളയും പള്ളിയിടലോ വെള്ളി പോക്കൂ. അള്ളാഹു അവൻ്റെ ഹൃദയം എങ്ങനെയാണെന്ന് നോക്കും. നിങ്ങൾ വിചാരിക്കും കുറേ ഇബാദത്ത് ചെയ്ത അപ്പാടങ്ങ് സ്വർഗത്തിലാണ്. ഏതെങ്കിലും ഒരു ചരിത്രങ്ങൾ കേട്ടിക്ക ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗത്തിലായിക്കുന്നു, സ്വർഗത്തിലാവും, അത് വേറെ വിഷയം. പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് പല അത്ഭുതങ്ങളും സിദ്ധിപ്പിച്ചിട്ട് പല അത്ഭുതങ്ങളും കണ്ടുകൊണ്ട് അവൻ സ്വർഗത്തിലായത് നമുക്ക് എത്ര ചരിത്രം നമ്മൾ കേട്ടതാണ് അല്ലേ, എത്ര ചരിത്രം കേട്ടതാണ്. വ്യഭിചരിച്ച് നടന്ന അങ്ങേയറ്റം വ്യഭിചരിച്ച് നടന്ന ഒരു പെണ്ണല്ലേ പൂച്ചക്ക് വെള്ളം കൊടുത്തതിന് സ്വർഗത്തിലായത്. അങ്ങേയറ്റം ഓള് ദിക്റും സലാത്തും ചൊല്ലി നടന്നവളല്ലേ ഒരു പൂച്ചേനെ പിടിച്ച് കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഓള് കെട്ടിയിട്ട് വെള്ളം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഓള് നരകത്തിലായത് അല്ലേ. അപ്പൊ അള്ളാഹുവിന് വേണ്ട ഗൽബ, അത് തുള്ളുന്ന ഞാനായാലും മിന്നുന്ന കുപ്പായിട്ട് പാട്ട് പാടുന്ന സീനത്തായാലും അള്ളാഹുവിൻ്റെ നോട്ടം കൽബ് കൊള്ളയാണ്, അള്ളാഹുവിൻ്റെ നോട്ടം കൽബ് കൊള്ളയാണ്. ഞാനും എല്ലാവരല്ല പറയുന്നത്, 95 ആളും നമ്മളെ സ്നേഹിച്ച് അവസ്ഥകളൊക്കെ ഒലിക്ക് മനസ്സിലാകും. ഈ 5% വേളന്മാരുണ്ട് സീനത്തിനും എനിക്കും കമൻ്റ് ഇടുന്നത്. പ്രായത്തിനൊത്ത വേഷം ധരിക്കണം, പ്രായത്തിനൊത്ത വേഷം ധരിക്കണം എന്നാ ഇപ്പം സീനത്തിനോടും കമൻ്റ് ചെല്ലുന്നത്. സീനത്തിനും കമൻ്റ് ചെല്ലുന്ന പ്രായത്തിനൊത്ത വേഷം ധരിക്കണം. ഈ പ്രായത്തിനൊത്ത വേഷം ഏതാണെന്നൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊണേനും. എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ സാബിറ? നിങ്ങളെ ഭാഷ പർദ്ദ മക്കന നിങ്ങളെ വേഷം ഓക്കെ. അപ്പം ബാല്യക്കരുത്തിയൊക്കെ എന്തും കളിക്കാം. ബാല്യക്കരുത്തിയുള്ള വേഷം എന്താ? ടീഷർട്ട്, തത്തക്കം പിത്തക്കം ഉരുണ്ട് കളിക്കുന്ന പേൻറ് അല്ലേ, ടൈറ്റായ കുപ്പായോ, അതാണോ ബാല്യക്കരുത്തിയുള്ള വേഷം? അല്ല, നിങ്ങൾ പറഞ്ഞോണ്ട് പറഞ്ഞു തന്നെ. എനിക്കറിയാം പ്രായമുള്ള പോലെ വേഷം ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പർദ്ദയും മക്കനാന്ന് പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഉത്തരം അങ്ങ് തന്നെ.
അപ്പം ബാല്യക്കാരത്തിയുള്ള വേഷം ഒന്ന് പറഞ്ഞു തരണം നിങ്ങള്. കേക്കടോ, ഞാൻ പറയുന്ന മാത്രല്ല അത്. ഓ ഹേ സന്തോഷം, ഐ ലവ് യു. സീനത്തിന്റെ ഉമ്മ അല്ല സീനത്തിന്റെ മോളെ ഐ ലവ് യു, ഐ ലവ് യു. ഓൾ ഉമ്മാനെ കൊണ്ട് ജീൻസ് ഇടിപ്പിക്കുക. അപ്പൊ എല്ലാം ചെയ്യിപ്പിക്കുന്ന നിങ്ങളാ. ഇവിടെ ബേളന്മാരെ മനസ്സിലാക്കിയില്ലേ? നല്ലോണം കണ്ണൂർ സീനത്ത് നല്ല ഡ്രസ്സ്, നല്ല അമർല, എന്നെ പോലെ ഷാള് പോലും അല്ല, നല്ല മഖനയാണ്, നല്ല നല്ല ലൂസുള്ള ചുരിദാറുകളാണ്. ഓറ് പണ്ടേ പാട്ട് പാടുന്നു, നല്ല കളിയും പാട്ടെല്ലാം കളിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓർക്കാണ് കമന്റ് ചെയ്തത് വേഷത്തിനൊത്ത വസ്ത്രം ധരിക്കണോ, ഓർ ചുരിദാർ ഇട്ടേന്, ഓറ് മിന്നുന്ന ചുരിദാർ ഇട്ട് കളഞ്ഞേന് വേഷത്തിനൊത്ത ഇടറോന്ന്. എല്ലാ ബേളന്മാർ ഇങ്ങക്ക് തീരെ തലയും തലച്ചോറില്ല. ചോദിക്കട്ടെ, ഈ സ്നേഹം കൊണ്ട് എന്നെ ചോദിക്കും, നിങ്ങളോട് വെറുപ്പില്ല? നിങ്ങൾ കണ്ടിട്ടല്ലേ നമ്മക്കും വേറെ ലായുന്നേ? ഇങ്ങക്ക് തീരെ തലയും തലച്ചോറില്ല. ഇപ്പൊ പ്രായമുള്ള വേഷം എന്തെന്നാ അതെന്താ ഞാളെപ്പോലത്തെ മിന്നൊന്നും പറക്കുന്നിടുവാൻ പാടില്ല. ഇതായി സീനത്തിനെ കൊണ്ട് ഇപ്പൊ ജീൻസ് വേണ്ടി ഇടിപ്പിക്കാൻ പോകുന്നു. അതിനും കാരണക്കാരനാരാ? ബേളന്മാർ നിങ്ങളല്ലേ? മുസ്ലിങ്ങൾ തന്നെ ഞാൻ പറയുന്നത്, ഹിന്ദുക്കൾ ആരൊന്നും പറയൂല, മുസ്ലിങ്ങളോട് തന്നെയാ പറയുന്നത്. അതിനും കാരണക്കാരൻ നിങ്ങളല്ല. അള്ളാഹു നിങ്ങളോട് ചോദിക്കൂല. പോലെ വഴി തെറ്റിപ്പിച്ച നീയാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും അവരെ ശിക്ഷിക്കേണ്ടിയവരും ഞാനാണെന്ന് അള്ളാഹു നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്തിനാ അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവരെ എന്തിനാ നിങ്ങൾ ആക്കിയതെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇബാദത്തെല്ലാം ഞങ്ങളിലേക്ക് വരും, ഞങ്ങളതെല്ലാം നിങ്ങളിലേക്ക് അങ്ങ് വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചരിത്രത്തിലും ഖുർആനിലും കേട്ടിട്ടില്ല നിങ്ങള്? അതാണ് സംഭവം കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ സീനത്തിന്റെ മോള് പറയാം, ഒന്ന് കേക്ക്. അല്ല നിങ്ങളെ പറ്റിയിട്ട് അതാണ് നിങ്ങളിൽ കാണുന്ന ഇനിയൊരു മരുമക്കളെ ഞാൻ സ്നേഹിച്ചിട്ടോ, മരുമക്കളെ നമ്മളെ നോക്കിയിട്ടോ, ഞങ്ങളെ കുടുംബം ഹാപ്പി തന്നെയാ. പക്ഷേ അതിൽ ചില കുടുംബക്കാരും ചില ബേളന്മാരും വന്ന് ഞങ്ങളെ സന്തോഷം തച്ചിക്കെടുത്താൻ വേണ്ടി വന്നവരിപ്പോ അട്ടപ്പൊയ്ക്കറിലാവുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ വിഷയം, അത് അടുക്കട്ടെ. അപ്പം ഈ സീനത്തിന്റെ മോള് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് തന്നെയാണ് ജീവിക്കുന്നത്. സീനത്തിന്റെ മോള് ഹാപ്പിനെസ് നിങ്ങൾ കാണുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസിൽ കാണുന്ന സ്നേഹമൊന്നും മാത്രമൊന്നല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയേറ്റാ. പിന്നെ നല്ലോണം നടക്കുന്ന മനുഷ്യനാ. വഴിതെറ്റിപ്പിച്ച എല്ലാ കുറ്റവും ഇങ്ങക്കാണെന്ന് നിങ്ങൾ മറന്നുകൊണ്ടേ വെറുതെ നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തണ്ടേ മുസ്ലിങ്ങളെ. അതാണ് നമ്മളെ നോട്ടം കണ്ടിട്ട് വേണം നമ്മളെ മക്കളും. ഈ സീനത്തിന്റെ മോള് സീനത്തിനെ നോക്കുന്നത് എങ്ങനെയാണോ സ്നേഹം, എങ്ങനെയാണോ നോക്കുന്നത്, സീനത്തിന്റെ മോളെ മക്കള് പഠിക്കും. 5-6 പെൺകുട്ടികളാണല്ലോ, മക്കള് പഠിക്കും. അപ്പൊ ആ മക്കള് ഈ ഉമ്മാനെ അങ്ങനെ സ്നേഹിക്കും. നിങ്ങൾക്ക് തീരെ തലയും തലച്ചോറില്ല. ഇതെല്ലാം മനസ്സിലാക്കടോ. അത് എന്ത് പോയിന്റ്, ആ സീനത്തിന്റെ നമ്മൾ വളരെ പോയിന്റാണ്. നിങ്ങളെന്തെങ്കിലും പറയാൻ മേലെ ഞമ്മക്കൊരു കണ്ടന്റ് കിട്ടുക, നിങ്ങളെന്തെങ്കിലും പറയാൻ മേലെ ഞങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടുക. ബേളന്മാരെ ഐ ലവ് യു, നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലോ കണ്ടന്റ് കിട്ടുന്നത്. ശരിയാ. പിന്നെ നല്ലോണം മാന്യമായ വസ്ത്രത്തിൽ വസ്ത്രം ധരിച്ച് വരുന്ന സീനത്തിനോട് ചോദിക്കുന്നത്, പ്രായത്തിനൊത്ത 25 വയസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയല്ല. പിന്നെ പ്രായത്തിനൊത്ത വസ്ത്രം ധരിക്കും. നിങ്ങളൊന്ന് സ്നേഹപൂർവ്വം പറയാ, ഈ പ്രായത്തിനൊത്ത വസ്ത്രം ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. പണ്ടത്തെ കാച്ചിമുണ്ടും കാച്ചിക്കുപ്പായവുമാണോ? പണ്ടത്തെ കാച്ചിമുണ്ട് പെണ്ണുങ്ങൾ എടുത്താൽ എങ്ങനെ ഉണ്ടാവും?
ഈ ചന്തീൻ്റെ ടൈറ്റും തുർത്തിയതൊക്കെ കാണൂല. ആ മുണ്ടിനാക്കട്ടെ നല്ലല്ലേ ഇന്നത്തെ ചുരിദാറും പർദ്ദയും പിന്നെ കുപ്പായം പണ്ടല്ല ഇങ്ങനെ ഇന്നാ ലൂസ് ഇടുന്ന കുട്ടികളല്ല. പണ്ട് അത്ര ലൂസൊന്നും ഇടൂല. കുപ്പായം പേൻ്റ് ഇട്ടിട്ട് അല്ല മുണ്ടും കുപ്പായം ഇട്ടിട്ടുള്ള ഒരു വേഷങ്ങളൊന്ന് നോക്കിയോക്ക്. നല്ല ചുരിദാർ ഇട്ടിട്ടുള്ള വേഷങ്ങളൊന്ന് നോക്കിയോക്ക്. പറ പണ്ടത്തെ വേഷം നിങ്ങൾക്ക് വേണ്ടി പണ്ട് പർദ്ദ ഉണ്ടാ? തീരെയും തലയും തളച്ചോറില്ല ബേളന്മാർ. നിങ്ങൾക്ക് പണ്ട് പർദ്ദ ഉണ്ടാ? പണ്ട് പേരും മുണ്ടും കുപ്പായ എൻ്റെ പിന്നെ എൻ്റെ ഓർമ്മയിലേ അങ്ങനെയാണ്. മുണ്ടും കുപ്പായ ഇടല് നല്ല മുണ്ടും താഴെ ബോർഡറെല്ലാം വെച്ചിട്ടുള്ള മുണ്ടും കുപ്പായം ഉണ്ടാവും അല്ലേ? മുണ്ടും കുപ്പായം ഇന്ന് പെണ്ണുങ്ങൾ ഇട്ടോക്ക്. എന്താ ബേളന്മാറ, തീരെ തലക്ക് ലെവലും ലക്കും ഇല്ല. അതുകൊണ്ട് പൊന്നു മക്കളെ, ഈ പ്രായമുള്ള വേഷം എന്താണ്, പ്രായം കുറഞ്ഞോലെ വേഷം എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. പിന്നെ പർദ്ദയാണെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നുണ്ട്, അപ്പം ബാല്യക്കാരത്തിയൊക്കെ എന്തും കളിക്കാം, ഏത് വേഷം ഇടാം. അപ്പം അള്ളാഹു പറഞ്ഞിക്ക പ്രായമുള്ളോല് നരകത്തിലും പ്രായം കുറഞ്ഞോല് നരകത്തിലും അല്ല പ്രായം കൂടിയോല് നരകത്തിലും പ്രായം കുറഞ്ഞോല് സ്വർഗത്തിലാന്ന് അള്ളാഹു പറഞ്ഞിക്ക. ഏത് കിതാബാടോ നിങ്ങൾ പഠിച്ചത്? ഏത് കിതാബാടോ നിങ്ങൾ ഓതിയത്? ഏത് ചരിത്രാടോ നിങ്ങൾ കേട്ടത്? ഏതാടോ കേട്ടത് നിങ്ങൾ? പ്രായമുള്ള ഓല് തന്നെ ദിക്റും സലാത്തും ചൊല്ലി കുത്തിരിക്കണം. ഓല് മരിക്കാനുള്ള ആളാണ്. പ്രായം കുറഞ്ഞോല് മരിക്കാത്തവരാണ്. ഓലിക്ക് ദിക്റും സലാത്തൊന്നും ചെല്ലാൻ തുടങ്ങാനായിക്കില്ല. ഏത് കിതാബിലാടോ പറഞ്ഞത്? ഇന്ന് മരണം തേച്ച് നടക്കുന്ന എന്തെന്നാടോ? ബാല്യക്കാരത്തികളും ബാല്യക്കാരല്ലേ മരിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവരെയും ഞങ്ങളെയൊക്കെ കേട്ടോ. ഒരു പ്രായം ചെന്ന് അങ്ങേ അച്ഛന്മാരെ മരിക്കാൻ കിടന്നോല് ഒന്ന് മരിപ്പിച്ചാന്ന് പറഞ്ഞിട്ട് വരെ മരിക്കാത്ത പ്രായമുള്ളവർ എത്രയോ ഉണ്ട്. വിവരം തീരെ നിങ്ങൾക്കില്ല. പോട്ടെ, നിങ്ങളോട് പറഞ്ഞത് നമുക്കൊരു കണ്ടന്റ് സീനത്തിൻ്റെ മോള് പറഞ്ഞിട്ട് ഐ ലവ് യു.